ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും എക്സൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എക്സലിലുള്ള ചില പ്രോബ്ലംസിന് നമുക്ക് ഡീപ് സീക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു സെയിൽസ് ഡേറ്റയാണ്. ഇത് ഡേറ്റ് വൈസ് സെയിൽസ് ഡേറ്റയാണ് ഉള്ളത്. ഇതിൽ ഇപ്പം 1-ാം തീയതി മുതൽ നമുക്ക് ഒരു 6-ാം തീയതി വരെയുള്ള സെയിൽസിൻ്റെ ഡേറ്റയാണുള്ളത്. ഇതിനെ ഇപ്പം എനിക്ക് ഡേറ്റ് വൈസ് ഡിഫറെൻറ്റ് ഷീറ്റിലായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഡീപ് സീക്കിൻ്റെ ഹെൽപ്പോടുകൂടി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡീപ് സീക്ക് ഞാൻ എടുത്തു. അപ്പം ഇതിൽ ഞാൻ എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ ക്യാൻ ഐ സ്പ്ലിറ്റ് a data in an Excel sheet into different sheets based on date in each row. അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിനുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണ് നമുക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം തന്നെ മെത്തേഡ് 1 അതിൻ്റെ സൊല്യൂഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, ആ മെത്തേഡ്സ് എല്ലാം ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വിഷ്വൽ ബേസിക് ആണ് പറഞ്ഞത്, രണ്ടാമത് പവർ ക്വറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ തന്നേക്കുന്നത് വിഷ്വൽ ബേസിക്കിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കോഡ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നമുക്കിത് ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ബേസിക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് എക്സലിൽ വരാം. എക്സലിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വിഷ്വൽ ബേസിക്കിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാം. Alt F11. ഇവിടെ ഇൻസേർട്ട് കൊടുക്കുക, മൊഡ്യൂൾ കൊടുക്കുക. നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതിൽ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 എന്നും അതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിൽ വേണം ഡേറ്റ് വരാനായിട്ട്. Alt F8 അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മാക്രോസ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് സ്പ്ലിറ്റ് ഡേറ്റ ബൈ ഡേറ്റ്. അത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീബഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാനിപ്പം ഷീറ്റിൻ്റെ പേര് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ മാക്രോസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേറ്റയുടെ വലിപ്പവും പ്രോസസ്സറിൻ്റെ സ്പീഡും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ ടൈം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ അത് സ്പ്ലിറ്റായി വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 എന്നുള്ള ഡേറ്റ് വൈസ് നമുക്ക് ആ ഡേറ്റ ഇവിടെ സ്പ്ലിറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് വന്നു, ഡേറ്റ സ്പ്ലിറ്റ് ബൈ ഡേറ്റ് കംപ്ലീറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഡേറ്റ 6-ാം തീയതി എന്നുള്ള 6 എന്നുള്ള ഡേറ്റിൽ 6-ാം തീയതിയിലെ ഡേറ്റ മാത്രമാണ് വന്നേക്കുന്നത്. അതുപോലെ 5, 4, 3, 2, 1 ഈ ഷീറ്റ് 1 എന്നുള്ള ഷീറ്റിൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ, ആ ഒറിജിനൽ ഷീറ്റ്
അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് വേണ്ട രീതിയിൽ ഡേറ്റ് വൈസ് സ്പ്ലിറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്രോസ് കോഡൊന്നും എഴുതാനായിട്ട് അറിയത്തില്ലെങ്കിലും നമുക്ക് ഇതുപോലെ DeepSeek ഉപയോഗിച്ച് നമുക്ക് ഈ കോഡ് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് നമുക്ക് ഇതുപോലെ എക്സലിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ DeepSeek എക്സാമ്പിളായിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ChatGPTയിലോ ജെമിനിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്